ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ചിക്കൻ മന്തിയാണിത്. സാധാരണ മന്തിയിൽ ചേർക്കാത്ത ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിതിൽ ചേർക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു കിലോ ചിക്കൻ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. തൊലിയോട് കൂടിയാണ് എടുത്തിട്ടുള്ളത്. മന്തി ഉണ്ടാക്കുന്ന പാത്രത്തില് അടിയിൽ ഇങ്ങനെ ഇത് നിർത്തി വെച്ച് കൊടുക്കാം. ടൂത്ത്പിക്ക് കൊണ്ട് ഇങ്ങനെ കൊത്തിക്കൊടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക്, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ മന്തി മസാല അല്ലെങ്കിൽ കബ്സ മസാല, 3-4 ഏലക്കായ്, അര ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അര ടീസ്പൂൺ ഗരം മസാല, 3 ചിക്കൻ സ്റ്റോക്ക് ക്യൂബ് ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കാം. ഒരു ക്യാപ്സിക്കം ചെറുതായി മുറിച്ചത്, 2 പിടി മല്ലിയില ചെറുതായി മുറിച്ചത്, 1 പിടി പുതിനയില ചെറുതായി മുറിച്ചത്. ഇതെല്ലാം ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ചേർക്കാം. ചിക്കൻ സ്റ്റോക്ക് ക്യൂബിൽ ഉപ്പുള്ളത് കൊണ്ട് നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി. കളർ ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല. ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത ശേഷം 1 മണിക്കൂർ മാറ്റി വെക്കാം. 1 കിലോ സെല്ല ബസ്മതി റൈസ് കഴുകിയ ശേഷം 20 മിനിറ്റ്സ് കുതിർത്ത് വെക്കുക. ഇതൊരു മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓൺ ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറ്റൊരു അടുപ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്കായ്, ബേ ലീഫ് എന്നിവ ചേർക്കുക. ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ചേർക്കാം. കുതിർത്ത് വെച്ച് ആറി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതൊരു 90% വേവിച്ചെടുക്കാം. ഇത് വെന്തിട്ടുണ്ട്. ഇനി ഊറ്റിയെടുക്കാം. ഇത് ഊറ്റിയെടുത്തിട്ടുണ്ട്. 1-2 തവണ തിരിച്ചു മറിച്ചിട്ട് ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് ഓയിൽ മുക്കി മാറ്റാം. ഇതിന്റെ മുകളിൽ കുറച്ച് ക്യാരറ്റ് ചോപ്പ് ചെയ്ത് ചേർക്കാം. ഇത് ഓപ്ഷണൽ ആണ്. ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഊറ്റി വെച്ച് ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന്റെ മുകളിലേക്ക് കുറച്ച് മഞ്ഞൾ കലക്കിയത് ചേർത്ത് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പച്ചമുളകിനെ കുത്തി വെച്ച് കൊടുക്കാം. ഇതിന്റെ നടുവിലായി ഒരു പാത്രം വെച്ച് ചാർക്കോൾ കത്തിച്ചയിലിട്ട ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പുക വരുമ്പോൾ മൂടി വെക്കാം. അപ്പോൾ അടച്ചു കൊടുക്കാം. ഇങ്ങനെ വെരി ലോ ഫ്ലെയിമിൽ 20-30 മിനിറ്റ്സ് വെക്കാം. ഇതിന്റെ കൂടെ ഞാൻ കുറച്ച് ചിക്കൻ 65 ഉണ്ടാക്കുന്നുണ്ട്. ഇതിന്റെ റെസിപ്പി ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഹാഫ് ആറിന് ശേഷം ചാർക്കോൾ എടുത്ത് മാറ്റാം. ഇത് മിക്സ് ചെയ്യാം. ഈസിയും ടേസ്റ്റിയുമായ സ്പെഷ്യൽ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും തരണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തണേ. അപ്പോൾ കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.